ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആമസോൺ പ്രൊഡക്റ്റ് ഹോൾ ചെയ്യാൻ പോകട്ടോ. ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ കിച്ചൺ പ്രൊഡക്ട്സിൻ്റെ ഹോളാട്ടോ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അഗാരോയുടെ ഇലക്ട്രിക് ചോപ്പർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 500 ml ആണ് ഈ ഒരു പ്രോസസ്സിംഗ് ബൗളിൻ്റെ കപ്പാസിറ്റി വരുന്നത് കേട്ടോ. ഇതാ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് 500 എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ബ്ലേഡാണ് ഈ വരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത്, ചോപ്പ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് കവർ മാത്രമാണ് കേട്ടോ. അത്രയും ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് ആട്ടോ. ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ കട്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഈ ബൗളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് ആണ് ചോപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് തോരൻ വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ, അതുപോലെ എന്താണ് നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്യാൻ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ടൊമാറ്റോ ഒക്കെ ചോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ചോപ്പറാണേലും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് എണ്ണം നോക്കിയെങ്കിലും എനിക്കും കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഏത് വാങ്ങണം എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. മീറ്റ് മിൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ ആദ്യം ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെജിറ്റബിളോ മീറ്റോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ലിഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയല്ല, തിരിച്ച് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ പ്ലഗ് ചെയ്ത് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വൺസ് ഒന്ന് പ്രസ് ചെയ്യുക, ദെൻ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ചോപ്പായി വരണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ഒന്നും പറയാറായിട്ടില്ല. എന്നാലും നമ്മൾ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ചോപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മാനുവൽ ചോപ്പറായിരുന്നു. നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചിട്ട് ചോപ്പ് ചെയ്യില്ലേ, അതിപ്പം അത് പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനി ഒരു ഓപ്ഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഇലക്ട്രിക് ചോപ്പർ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1458 കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഉള്ള ഒരു പ്രൈസ് ആട്ടോ ഞാൻ ഈ പറയുന്നത്. 1458 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓൾമോസ്റ്റ് കുറേ ചോപ്പർ നോക്കിയതിനൊക്കെ ഈ ഒരു റേഞ്ചിൽ തന്നെ കേട്ടോ പ്രൈസ് വരുന്നത്. എല്ലാം 1000 എബോവ് തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് ചോപ്പറുകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എപ്പോഴേലും നമ്മളൊരു വ്ളോഗിലൊക്കെ ആയിട്ട് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പം 2 പാക്കേജ് ഒന്നിച്ചായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കാസ്റ്റ് ആൻഡ് ഫിഷ് ഫ്രൈയിങ് പാൻ കേട്ടോ വരുന്നത്. ഇതിപ്പം ഇൻഡസ് വാലിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. കാസ്റ്റ് അയൺ ആണ്, പ്രീ സീസൺഡ് ആണ് ഈ ഒരു പാൻ വരണം കേട്ടോ. അതുപോലെ ഡബിൾ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ സിംഗിൾ ഹാൻഡിൽ വരുന്ന ഷാലോ ഫ്രൈ ചെയ്യാൻ പറ്റിയ ടൈപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 25 സെൻറ്റിമീറ്റർ വരുന്നതാണ്. 22 സെൻറ്റിമീറ്ററിൻ്റെയും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിനെക്കാട്ടി ചെറുത് മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഡയമീറ്റർ ആണ് 25 സെൻറ്റിമീറ്റർ വരുന്നത്. ഈ താഴ്ഭാഗത്തെ അല്ല കേട്ടോ. സാധാരണ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് മയക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഓയിലൊക്കെ തേച്ച് കുറച്ച് ദിവസം വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫുള്ളായിട്ടൊന്ന് അതിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അടിയിലധികം അങ്ങനെ പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കഴുകി കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം എന്താണ് നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇതാ ഫിഷ് ഫ്രൈ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫിഷൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ഫ്രൈയിങ് പാൻ്റെ പ്രൈസ് വന്നിട്ട് 814 രൂപയാട്ടോ വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ വരുന്നത് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചിരവയാണ് കേട്ടോ. ചിരവയാണ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് വുഡാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു ബ്ലേഡിൻ്റെ കാര്യം പറഞ്ഞുല്ലോ, വളഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. സാധാരണ ഈ ഒരു സ്ക്രൂവിനോട് ചേർന്നിട്ട് ഒരേ ലെവലിൽ വരുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വളഞ്ഞിരിക്കുന്നതിനെക്കാട്ടിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് അത് അങ്ങനത്തെയാണ് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിരവ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ച ശേഷം നമ്മൾ ഈ ചിരവയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നമ്മൾ ചേർന്ന് നിന്ന ശേഷം വേണം തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ടൈപ്പ് ചിരവയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ആ ഒരു സ്പേസ് വെറുതെ കൗണ്ടർ ടോപ്പിൽ പോവില്ല. പിന്നെ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. സാധാരണ ഈ ഒരു ടൈപ്പിൽ വരുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ സ്ക്രൂ ചെയ്ത് തന്നെ വെക്കലാണല്ലോ ചെയ്യൽ. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 850 ഗ്രാം മാത്രമാണ് കേട്ടോ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ ഒരു ചിരവയുടെ പ്രൈസ് വരുന്നത് 698 രൂപയാണ് കേട്ടോ. ഇത് മീഡിയം സൈസാണ്. ഇതിൻ്റെ ലാർജ് സൈസും അതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു പാക്കേജിനെ കുറിച്ചാണ് കേട്ടോ. കാരണം പൊട്ടിപ്പോവാനായിട്ട് എല്ലാ ചാൻസും ഉള്ളവരായിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും അത് ഒരെണ്ണം പോലും പൊട്ടാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള പാക്കേജിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ വരുന്നത് സെറാമിക് ഡിന്നർ പ്ലേറ്റ് ആണ്. ഇത് 4 എണ്ണം കേട്ടോ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 6 പീസിൻ്റെ ഉണ്ട്, 4 പീസിൻ്റെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 4 പീസിൻ്റെയാണ്. ഇതൊരു 10 ഇഞ്ച് ആട്ടോ ഇതിൻ്റെ അളവ് വരുന്നത്. 10 ഇഞ്ചാണ് വരുന്നത്. പിന്നെ മൈക്രോവേവ് സേഫാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിഷ് വാഷർ സേഫും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാട്ടോ വാങ്ങിച്ചത്. പക്ഷേ ഇതൊരു കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എത്രമാത്രം ഹാൻഡി ആയിരിക്കും എന്ന് എനിക്കറിയില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി വെയിറ്റുള്ള പാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഡെയിലി യൂസ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ലല്ലോ. 26 സെൻറ്റിമീറ്റർ ആട്ടോ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1499 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഈ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രെയിം പാനാണ് കേട്ടോ. അപ്പോൾ ഇത് വിത്ത് ലിഡാണ് കേട്ടോ വരുന്നത്. നമുക്ക് ചെറിയ പാനാണ് കേട്ടോ വരുന്നത്. ഇതൊരു 22 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ വരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം ചെറുതാണ്. നമുക്കിതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടോപ്പിലും ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. അതുപോലെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാനിന്. അത്യാവശ്യം കട്ടിയുള്ള രീതിയിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ബോട്ടമൊക്കെ വരുന്നത്. 22 സെൻറ്റിമീറ്റർ ഡയമീറ്റർ അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ. ഓവറോൾ നോക്കുമ്പോൾ ഗുഡ് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ലിഡ് കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ലിഡ് ഉള്ളത് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം തിരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഞാനിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ഒരു ഫ്രെയിം പാൻ വരുന്നത് 1099 രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സ് ആട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് പ്രൊഡക്ട്സ് ആണല്ലോ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം ഈ കാണിച്ച പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.